ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തോമസ് ശ്രാമ്പിക്കലച്ചൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ഒത്തിരി നല്ല ഓർമ്മകൾ, ഒത്തിരി നല്ല ചിന്തകൾ എല്ലാം പങ്കിട്ടിട്ടാണ് അച്ഛൻ കടന്നു പോകുന്നത്. അച്ഛൻ്റെ ഒരു ശിഷ്യനെന്ന നിലയിൽ പഠനകാലത്തെ കുറേയേറെ പ്രചോദിപ്പിക്കുന്ന നല്ല ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. ശ്രാമ്പിക്കലച്ചൻ ഒരു നോബിളായിട്ടുള്ളൊരു വ്യക്തി, നല്ല എക്സലൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഫസർ. അച്ഛൻ്റെ ക്ലാസ്സുകളും അച്ഛൻ്റെ ജീവിതവും ലാളിത്യവുമെല്ലാം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സെമിനാരി വിദ്യാർത്ഥി എന്ന നിലയിൽ അച്ഛനെ ഒത്തിരി ആദരവോടുകൂടി കണ്ടിരുന്നുവെന്ന കാര്യം ഞാൻ അഭിമാനത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്കെന്നും ആസ്വാദ്യകരമായിരുന്നു. എല്ലാം കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്ന, ചിട്ടയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നയിക്കുന്ന, ഏത് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം മോറൽ തിയോളജിയിൽ നൽകാൻ കഴിവുള്ള പ്രാപ്തനായ ഒരു അധ്യാപകൻ. അച്ഛൻ്റെ ജീവിത ലാളിത്യം തന്നെ എത്രയോ ശ്രദ്ധേയമായിരുന്നു. അച്ഛൻ്റെ വളരെ തീക്ഷ്ണമായ പ്രാർത്ഥനാ ചൈതന്യവും വളരെ കൃത്യതയോടുകൂടിയ ഒരു ജീവിതശൈലിയും വിശുദ്ധിയുമെല്ലാം ഞങ്ങളെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ആ പ്രചോദനകരമായ ജീവിതത്തിൻ്റെ നല്ല ഓർമ്മകൾ മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് സഹായകമായി. അച്ഛൻ ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഈ അവസരത്തിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ജീവിതവും അച്ഛൻ്റെ പ്രചോദന ചിന്തകളും ഒരിക്കലും മായാതെ ഒരുപാട് ജീവിതങ്ങളെ ഇനിയും സ്വാധീനിക്കട്ടെ. അച്ഛന് നിത്യശാന്തി നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.